ഗലാത്യ ലേഖനം 5-ാം അധ്യായം 20-ാമത്തെ വചനം. ആത്മാവിന്റെ ഫലമോ സ്നേഹം, വായിച്ചാട്ടെ. സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. ഇതിനെ ആത്മാവിന്റെ ഫലമോ എന്ന് പറഞ്ഞ് വായിക്കുന്ന സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, പരോപകാരം, ഇങ്ങനെയൊക്കെ പറയുന്ന 9 കൂട്ടം കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഈ കാര്യങ്ങളെ തമ്മിൽ നമുക്ക് വേർതിരിക്കാനായിട്ട് പറ്റില്ല. ഇതെല്ലാം ഒന്നിൽ ഒന്നടങ്ങിയിരിക്കുകയാണ്. ഇതിനെ വേർതിരിക്കാനായിട്ട് പറ്റില്ല. വേർതിരിക്കാൻ കഴിയാത്തതുപോലെ ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണിത്. കാരണം ആത്മാവിൻ്റെ ഫലമായ സ്നേഹത്തിൽ അടങ്ങിയിരിക്കുന്നതാണ് ബാക്കിയെല്ലാം. സ്നേഹമില്ലാതെ മറ്റൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല. സ്നേഹത്തിൽ നിന്നാണ് ബാക്കി എല്ലാ ഫലവും പുറത്തു വരുന്നത്. നോക്കിക്കേ, ആത്മാവിൻ്റെ ഫലമോ എന്നിട്ട് പറയുന്നു സ്നേഹം. ഒന്നാമത് എന്താണ് പറയുന്നത്? സ്നേഹം. അടുത്തത് എന്താണ്? സന്തോഷം. കണ്ടോ? അപ്പോൾ ആത്മാവിൻ്റെ ഫലം സ്നേഹം. ആ സ്നേഹത്തിൽ അടങ്ങിയിരിക്കുന്നതാണ് എന്ത്? സന്തോഷം. സന്തോഷം എന്നുള്ള ആത്മാവിൻ്റെ ഫലം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? സ്നേഹം വേണം. സ്നേഹമില്ലാതെ ഒരിക്കലും എന്തില്ല? സന്തോഷമില്ല. അപ്പം സന്തോഷം വരണമെങ്കിൽ സ്നേഹം ഉള്ളിടത്ത് മാത്രമേ സന്തോഷം വരത്തുള്ളൂ. ദുഃഖിച്ചിരിക്കുന്ന ഒരു മുഖത്ത് ഒരിക്കലും ഒരു സന്തോഷം ഉണ്ടാകില്ല. ഏതെങ്കിലും ഭാരത്തിലിരിക്കുന്ന ഒരാൾക്ക് നന്നായിട്ട് ചിരിക്കാൻ പറ്റില്ല. അപ്പം സ്നേഹം ഹൃദയത്തിനകത്ത് നിറയുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകുന്നതാണ് സന്തോഷം. അടുത്തത് ഏതാണ്? സമാധാനം. സമാധാനം. ശ്രദ്ധിച്ചു നോക്കിക്കേ, സമാധാനം. എന്താ സമാധാനം എന്ന് പറയുന്നത്? സ്നേഹം നഷ്ടപ്പെടുന്നിടത്തല്ലേ അസമാധാനം ഉണ്ടാകുന്നത്. കുടുംബ ബന്ധങ്ങളിൽ സമാധാനമില്ലായ്മ, കുടുംബ ബന്ധങ്ങളിൽ അസമാധാനം ഉണ്ടാകുന്നത് എവിടെയാണ്? പരസ്പരമുള്ള സ്നേഹം നഷ്ടപ്പെടുന്നിടത്താണ് അസമാധാനങ്ങൾ ഉണ്ടാകുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം നഷ്ടപ്പെടുന്നിടത്താണ് അസമാധാനം ഉണ്ടാകുന്നത്. മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ഐക്യതയും സ്നേഹവും നഷ്ടപ്പെടുന്നിടത്താണ് അസമാധാനം ഉണ്ടാകുന്നത്. അപ്പോൾ സ്നേഹമുണ്ടെങ്കിലേ സമാധാനമുള്ളൂ. സ്നേഹമുള്ളിടത്തേ സന്തോഷമുള്ളൂ. സ്നേഹമുണ്ടെങ്കിലേ സമാധാനമുള്ളൂ. അടുത്തത് ദീർഘക്ഷമ. പല ആളുകൾക്കും ക്ഷമിക്കാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെ ദീർഘമായി ക്ഷമിക്കാൻ പറ്റും? വചനം പറയുന്ന ക്ഷമ വെറും ക്ഷമയല്ല, ദീർഘമായി ക്ഷമിക്കുക എന്നുള്ളതാണ്. ആ ദീർഘമായ ക്ഷമ നമുക്കുണ്ടാകണമെങ്കിൽ ഹൃദയത്തിൽ ആഴമായ സ്നേഹം വെളിപ്പെട്ടാലേ പറ്റൂ. അത് മനുഷ്യ സ്നേഹമല്ല, ദൈവസ്നേഹം ആഴത്തിൽ വെളിപ്പെടുന്ന ഇടത്ത് മാത്രമേ ദീർഘമായി നമുക്ക് ക്ഷമിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ക്ഷമയില്ലാത്തടത്താണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. സഹിഷ്ണുത ഇല്ലാത്തടത്താണ് പ്രതിസന്ധികൾ വർദ്ധിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദീർഘമായി ക്ഷമിച്ചതിൽ ഏറ്റവും വലിയ ഉദാഹരണം നമുക്ക് കാണുന്നത് കാൽവറിയിലല്ലേ. അവിടുന്ന് ദീർഘമായി നമ്മോട് ക്ഷമിച്ച കർത്താവാണ്. നിങ്ങൾക്കറിയാമോ, കൈകളിൽ ആണിയടിക്കപ്പെട്ട്, തലയിൽ മുൾക്കിരീടമടിക്കപ്പെട്ട്, പുറം മുഴുവൻ ഉഴവ് ചാലുപോലെ അടിച്ച് കീറപ്പെട്ട്, കണ്ടാലൊരു മനുഷ്യനല്ല എന്ന് തോന്നുന്ന രീതിയിൽ ശരീരം മുഴുവൻ വികൃതമാക്കപ്പെട്ട്, ശരീരം മുഴുവൻ മുറിവേറ്റവനായി, താടി രോമങ്ങൾ പിഴുതെടുക്കപ്പെട്ടവനായി, അർത്ഥനഗ്നനായി യേശു കർത്താവ് കാൽവറിയിൽ കിടക്കുന്ന സമയത്ത് കർത്താവ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന എങ്ങനെയാണ്? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയായിക കൊണ്ട് കർത്താവേ, നീ ഇവരോട് ക്ഷമിക്കണമേ. ശരീരം മുഴുവൻ വേദന കൊണ്ട് പുകഞ്ഞു നീറുമ്പോൾ, ശരീരം ആസകലം ഇഞ്ചിഞ്ചായി നുറുക്കപ്പെടുമ്പോഴും യേശു കർത്താവ് പ്രാർത്ഥിക്കുന്നു, യേശുവേ, ഇവരോട് ക്ഷമിക്കണമേ. കാരണം എന്തെന്നറിയാമോ? തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം അവൻ ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുന്നത് പോലെ നമ്മോടുള്ള ആർദ്രമായ സ്നേഹത്തിൽ നിന്നുകൊണ്ട് കർത്താവ് പറയുന്നു, ആമേൻ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ. കർത്താവ് അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആ കർത്താവിൻ്റെ ഹൃദയം മുഴുവൻ നമ്മോടുള്ള സ്നേഹമായിരുന്നു. ഒരുപാട് മുറിവുകളും കൊണ്ട് നടക്കുന്ന ധാരാളം ആളുകളുണ്ട്. അത് പുറമേയുള്ള മുറിവല്ല, ഹൃദയത്തിൻ്റെ അകത്തുള്ള മുറിവുകളെയാണ്. ആരൊക്കെയോ പറഞ്ഞത് മുറിവായി ഇന്നും അകത്ത് കിടക്കുക.
ആരൊക്കെയോ പ്രവർത്തിച്ചത് മുറിവായി ഇന്നും ഹൃദയത്തിനകത്ത് കിടക്കുകയാണ്. ആമേൻ, സ്തോത്രം സ്തോത്രം. പല കാര്യങ്ങളും ഇന്നും മുറിവായിട്ടൊരു ഹൃദയത്തിനകത്ത് കിടക്കുകയാണ്. മറക്കാൻ പറ്റുന്നില്ല. അത് മറക്കാൻ പറ്റാത്തിടത്തോളം കാലം ദൈവത്തിൻ്റെ കൃപ പ്രാപിക്കാൻ, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ അതൊരു തടസ്സമാണെന്ന് മനസ്സിലാക്കുക. പരിശുദ്ധാത്മാവ് പറയുന്നു, ഹൃദയംഗമായി പൊറുക്കാൻ, ഹൃദയംഗമായി ക്ഷമിക്കാൻ ഇന്ന് ദൈവത്തിൻ്റെ ഒരു കൃപ ഇതിൻ്റെ നടുവിലേക്ക് ഇറങ്ങി വരികയാണ്. സ്നേഹം ഹൃദയത്തിനകത്ത് നിറയുമ്പോഴേ നമുക്ക് ക്ഷമിക്കാനായിട്ട് കഴിയുകയുള്ളൂ, ദീർഘമായി ക്ഷമിക്കാൻ കഴിയുകയുള്ളൂ. ചില ആളുകളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പല രോഗങ്ങൾ പോലും ക്ഷമിക്കാൻ കഴിയാത്തത് മൂലം ഉണ്ടാകുന്നതാണ്. പല രോഗങ്ങളുടെയും പ്രധാനപ്പെട്ട കാരണം ക്ഷമിക്കാൻ കഴിയാത്ത പക അകത്ത് വെച്ച് പുലർത്തുന്നത് കൊണ്ട് അത് പല ശരീരങ്ങളിലും രോഗമായി വെളിപ്പെടാറുണ്ട്. ഹല്ലേലൂയ. ദീർഘക്ഷമ. അടുത്തത് ദയ കാണിക്കണമെങ്കിൽ എന്ത് വേണം? സ്നേഹമില്ലാതെ നമുക്ക് ദയ കാണിക്കാൻ പറ്റത്തില്ല. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കുമ്പോൾ ദൈവസ്നേഹത്തെക്കുറിച്ച് പഠിക്കാൻ ഒരൊറ്റ ആളെ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അത് കർത്താവായ യേശുവാണ്. ആ യേശുവിലൂടെ മാത്രമേ ദൈവസ്നേഹത്തെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. ആ സ്നേഹത്തിൻ്റെ മൂർത്തിഭാവം തന്നെ യേശുവാണ്. യേശു എന്ന് പറയുന്നത് തന്നെ ദയയുള്ളത് കർത്താവാണ്. സ്തോത്രം. അടുത്തത് പരോപകാരം. അതിൻ്റെ വേറൊരു ട്രാൻസ്ലേഷൻ ജീവകാരുണ്യമെന്നാണ്. വേറെ ഒരാളെ അവരുടെ കഷ്ടതയിൽ സഹായിക്കണമെങ്കിൽ, വേറെ ഒരാളെ അവരുടെ ദുഃഖത്തിൽ അവരെ ആശ്വസിപ്പിക്കണമെങ്കിൽ, നമ്മുടെ ജീവിതം വേറൊരാൾക്ക് ആശ്വാസമായി മാറണമെങ്കിൽ ആ ദൈവസ്നേഹത്താൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. ദൈവസ്നേഹമുള്ളിടത്ത് മാത്രമേ മറ്റുള്ളവർക്ക് നമ്മളൊരു അനുഗ്രഹമായിരിക്കൂ. ദൈവസ്നേഹമുള്ളിടത്ത് മാത്രമേ മറ്റുള്ളവർക്ക് നമ്മളൊരു ആശ്വാസമായിരിക്കത്തുള്ളൂ. അനേകരുടെ പ്രതിസന്ധികളിൽ അനുകമ്പയോടെ സംസാരിക്കാൻ, അവരുടെ മുറിവുകളെ കെട്ടാൻ നിങ്ങൾക്ക് ദൈവം കൃപ നൽകും. അതിനൊറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. ആഴമായി കർത്താവിനെ സ്നേഹിക്കുക, ആ സ്നേഹം മറ്റുള്ളവർക്ക് നൽകുക. സ്തോത്രം. ആ ഹൃദയത്തിൻ്റെ അകത്ത് ദൈവിക സ്നേഹത്താൽ നിറയപ്പെടുമ്പോൾ ആമേൻ, നമ്മുടെ വാക്കുകൾ അനുകമ്പയുള്ളതായി മാറും, നമ്മുടെ വാക്കുകൾ ആർദ്രതയുള്ളതായി മാറും, നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ താങ്ങുന്നതായി മാറും. അങ്ങനെ ഉള്ളിടത്ത് മാത്രമേ ദയയും പരോപകാരവും വെളിപ്പെടുത്തുള്ളൂ. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. അടുത്തത് വിശ്വസ്തത. ഇന്നത്തെ കുടുംബ പ്രശ്നങ്ങളുടെയൊക്കെ നടുവിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള വിശ്വസ്തത നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഭർത്താവിന് ഭാര്യയോടുള്ള വിശ്വസ്തത നഷ്ടപ്പെടുന്നു, ബന്ധങ്ങളിൽ വിശ്വസ്തത നഷ്ടപ്പെടുന്നു. ആ വിശ്വസ്തത നഷ്ടപ്പെടുമ്പോഴാണ് ആമേൻ, സ്തോത്രം, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ സ്നേഹമുള്ളിടത്ത് വിശ്വസ്തത വർദ്ധിക്കും. ദൈവസ്നേഹം അകത്ത് ആഴമായി നിറയുന്നിടത്ത് ആ വിശ്വസ്തത വർദ്ധിക്കും. വിശ്വസ്തത വർദ്ധിക്കണമെങ്കിൽ സ്നേഹം നിറയണം. സ്നേഹമില്ലാത്തടത്ത് വിശ്വസ്തതയില്ല. അതാണ് ഞാൻ പറയുന്നത്. ഇതിനെ തമ്മിൽ നമുക്ക് വേർതിരിക്കാൻ കഴിയുകയില്ല. ഒന്നിനകത്തൊന്നടങ്ങിയിട്ടുണ്ട്. അടുത്തത് സൗമ്യത. സൗമ്യത അകത്ത് വേണോ? താഴ്മ ധരിക്കാൻ പറ്റണമെങ്കിൽ സൗമ്യതയുടെ മൂർത്തിഭാവം, താഴ്മയുടെ മൂർത്തിഭാവം യേശുവിലാണ് വെളിപ്പെട്ടത്. എന്താ യേശുവിനകത്ത് ഈ താഴ്മയും സൗമ്യതയൊക്കെ വെളിപ്പെടാനുള്ള കാരണം? യേശു എന്ന് പറയുന്നത് തന്നെ സ്നേഹമായിരുന്നു. ആ സ്നേഹമുള്ളിടത്ത് താഴ്മയുണ്ട്, ആ സ്നേഹമുള്ളിടത്ത് സൗമ്യതയുണ്ട്. സ്നേഹമുള്ളിടത്ത് അഹങ്കാരമില്ല, സ്നേഹമുള്ളിടത്ത് ആമേൻ പ്രശ്നങ്ങളില്ല, ഉയർച്ച താഴ്ചകളില്ല. സ്നേഹമുള്ളിടത്ത് സൗമ്യതയേ ഉള്ളൂ, സ്നേഹമുള്ളിടത്ത് താഴ്മ മാത്രമേ ഉള്ളൂ. സ്തോത്രം സ്തോത്രം. സ്വർഗത്തിൽ ദൈവപുത്രനായിരുന്നവൻ ഈ താഴഭൂമിയിലേക്ക് മനുഷ്യപുത്രനായി വെളിപ്പെടാൻ ഉണ്ടായ പ്രധാനപ്പെട്ട കാര്യം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്നുള്ള ഒറ്റ കാരണത്താലാണ്. ആ ഹൃദയം മുഴുവൻ സ്നേഹം കൊണ്ട് നിറഞ്ഞതുകൊണ്ടല്ലേ താഴ്മ ധരിച്ച് താഴഭൂമിയിലേക്ക് മനുഷ്യനായി അവൻ വന്നത്. ഹല്ലേലൂയ. സ്നേഹമുള്ളിടത്തേ താഴ്മയുണ്ടാകത്തുള്ളൂ. ഹല്ലേലൂയ. അടുത്തത് ഇന്ദ്രിയ ജയം. ഇന്ദ്രിയ ജയം. ഓരോ ഇന്ദ്രിയങ്ങളുടെ മേലും ജയമുണ്ടാകണമെങ്കിൽ ഈ സ്നേഹം നിറയണം. ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിനകത്ത് മാത്രം ഒതുങ്ങരുത്. ഇത് നമ്മുടെ ശരീരം മുഴുവൻ വ്യാപരിക്കണം. ഇത് നമ്മുടെ അവയവങ്ങളിൽ മുഴുവൻ വ്യാപരിക്കണം. നമ്മളെ നിയന്ത്രിക്കുന്നത് മുഴുവൻ ഈ ദൈവസ്നേഹമായിരിക്കണം. എൻ്റെ അധരം നിയന്ത്രിക്കപ്പെടേണ്ടത് ദൈവസ്നേഹത്താലായിരിക്കണം. എൻ്റെ അധരം മുഴുവൻ ദൈവസ്നേഹത്താൽ നിയന്ത്രിക്കപ്പെട്ടാൽ ഹല്ലേലൂയ, എൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്നത് സ്നേഹത്തിൻ്റെ വാക്കുകളായിരിക്കും. എൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വാക്കുകളായിരിക്കും. എൻ്റെ ചിന്തകളെ നിയന്ത്രിക്കേണ്ടത് ഈ സ്നേഹമായിരിക്കണം. ഹല്ലേലൂയ. എൻ്റെ ചിന്തകളെ നിയന്ത്രിക്കേണ്ടത് എൻ്റെ ബുദ്ധിയല്ല, ദൈവസ്നേഹം നിയന്ത്രിക്കണം. പക്ഷേ സഹോദരങ്ങളെ, ഈ ഫലം കായ്ക്കുന്നതിന് തടസ്സമായിട്ട്
പലപ്പോഴും ഉയർന്നു നിൽക്കുന്ന മറ്റ് ചില കാര്യങ്ങളുണ്ട്, അത് മുകളിൽ നമുക്ക് കാണാൻ കഴിയും. ജഡത്തിന്റെ പ്രവർത്തികളോ ദുർനടപ്പ് ഉണ്ടോ? ദുർനടപ്പ് എന്ന് വെച്ചാൽ ദുർനടപ്പ് ജീവിതത്തിൽ നിന്ന് മാറാൻ ആഗ്രഹമുണ്ടോ? അവിടെ സ്നേഹം വ്യാപരിച്ചാൽ മതി. അടുത്തത് അശുദ്ധി. അശുദ്ധി വ്യാപരിക്കുന്ന പ്രിയമുള്ളവരിൽ അശുദ്ധി മാറണോ? സ്നേഹം വ്യാപരിച്ചാൽ മതി. അടുത്തത് ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്പക്ഷം. ഈ കോപത്തെക്കാൾ ശക്തിയുള്ളതാണ് ക്രോധം. ഈ സ്നേഹം വ്യാപരിക്കുന്നിടത്ത് ക്രോധത്തിനും കോപത്തിനും ഒരു സ്ഥാനമില്ല, അത് വിട്ടുപോയേ പറ്റൂ. സ്നേഹം ഇറങ്ങുന്നിടത്ത് ക്രോധം വിട്ടുപോകും. എന്താ ജാരശങ്ക? മനുഷ്യനെ സംശയം. സ്തോത്രം. ഈ പരസ്പരമായിട്ടുള്ള വിശ്വാസമില്ലായ്മയും സംശയവും വർദ്ധിക്കുന്നിടത്ത് കൊലപാതകങ്ങൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ജാരശങ്ക മാറി സ്നേഹം വർദ്ധിക്കുന്നിടത്ത് മാത്രമേ ഐക്യത വെളിപ്പെടുത്തുള്ളൂ. സ്തോത്രം. അടുത്തത് ക്രോധം. അടുത്തത് ശാഠ്യം. ഞാൻ പിടിച്ചത് മാത്രമേ നടക്കുള്ളൂ, ഞാൻ പറഞ്ഞത് മാത്രമേ ജയിക്കൂ, ഞാൻ പറഞ്ഞത് മാത്രം ജയിച്ചാൽ മതി. ഹല്ലേലൂയ. പല പ്രശ്നങ്ങൾക്കും കാരണം ഇതല്ലേ? ശാഠ്യം. വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല, അവർ പറയുന്നത് അംഗീകരിക്കാൻ താല്പര്യമില്ല. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന് പറയുന്ന രീതിയിൽ ശാഠ്യം. പക്ഷെ അത് മാറണമെങ്കിൽ സ്നേഹം വരണം. ദൈവ സ്നേഹമുള്ളിടത്ത് ശാഠ്യം വഴിമാറും. അടുത്തത് ദ്വന്ദ്പക്ഷം. ഭിന്നത. സ്നേഹമില്ലത്തടുത്ത് ഭിന്നതയെ വിളിച്ചു വരുത്തേണ്ട കാര്യമില്ല. അടുത്തത് അസൂയ മാറാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, സ്നേഹം വർദ്ധിക്കുക. സ്നേഹം വർദ്ധിക്കുമ്പോൾ അസൂയയല്ല ഉണ്ടാകുന്നത്. അപ്പോൾ ഇനിയും ആ മക്കളെ ഉപയോഗിക്കണമേ എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി ഒരു വാക്കിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് കൃപ ലഭിക്കും. അടുത്തത് വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. അപ്പോൾ സ്നേഹം നഷ്ടപ്പെടുന്നിടത്ത് ഇതെല്ലാം ഓട്ടോമാറ്റിക് ഉണ്ട്. പക്ഷെ സ്നേഹം വരുമ്പോൾ ഇതെല്ലാം വഴിമാറും. അവിടെ ആത്മാവിൻ്റെ ഫലമായ സ്നേഹം കൊണ്ട് നിറയും. നിങ്ങൾക്കറിയാമോ, ദൈവത്തിൻ്റെ ബന്ധം എവിടെയാണോ വർദ്ധിക്കുന്നത്, ദൈവത്തിൻ്റെ സാന്നിധ്യം എവിടെയാണോ വർദ്ധിക്കുന്നത്, ആമേൻ, അവിടെ നമ്മുടെ ജീവിതം ഫ്രീ ആകും. ഇതൊരു വലിയ ആത്മീക മർമ്മമാണ്. രാജാവ് നിർത്തിയ ബിംബത്തെ നമസ്കരിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു, ബിംബത്തെ നമസ്കരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ എരിയുന്ന തീച്ചൂളയിലിട്ട് കളയണം. 3 എബ്രായ ബാലന്മാർ, അവർ മാത്രം രാജാവിൻ്റെ ബിംബത്തെ നമസ്കരിക്കുന്നില്ല. അപ്പനോടുള്ള സ്നേഹത്തിൻ്റെ ആധിക്യത്താൽ അവർ പറയുന്നു, എൻ്റെ ദൈവം ഈ തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ വിടിവിച്ചാലും ഇല്ലെങ്കിലും ശരി, ഈ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല. അതവരുടെ തീരുമാനമായിരുന്നു. അത് അപ്പനോടുള്ള സ്നേഹത്തിൻ്റെ ആധിക്യമായിരുന്നു അത് വെളിപ്പെട്ടത്. അപ്പനോടുള്ള സ്നേഹത്താൽ ഇത് ചെയ്യാൻ കഴിയില്ലെന്ന് അവർ തീരുമാനമെടുത്തു. സംഭവിച്ചത്, അവർ നോക്കി നിൽക്കുമ്പോൾ തന്നെ തീയുടെ ശക്തി വർദ്ധിപ്പിക്കാൻ തുടങ്ങി. അത് 7 ഇരട്ടിയായി വർദ്ധിപ്പിക്കാൻ തുടങ്ങി. അപ്പോഴും ആ സ്നേഹത്തിൽ നിന്ന് അവർ വിട്ടുമാറിയില്ല. സംഭവിച്ചതെന്ന് അറിയാമോ? അവരെ പിടിച്ചുകെട്ടി രാജകിങ്കരന്മാർ ആ തീച്ചൂളയിലേക്ക് വലിച്ചെറിഞ്ഞ് അവർ വെന്തു തീരുന്നത് കാണാൻ, എരിഞ്ഞമരുന്നത് കാണാൻ അവരെല്ലാം സൂക്ഷ്മതയോടെ നോക്കി നിൽക്കുമ്പോൾ രാജാവ് ഉറക്കെ വിളിച്ച് പറയുകയാ, നമ്മളിതാ 3 പേരെയല്ല ഇട്ടത്, ഇപ്പോൾ 4ാമതൊരുവൻ കൂടെ ആ തീച്ചൂളയിലൂടെ നടക്കുന്നു. പേടിച്ചുപോയി അവര്. പക്ഷെ ഒരു രോമം പോലും കരിയാതെ, തീയുടെ ഒരു മണം പോലും ഏശാതെ, വസ്ത്രം പോലും കരിഞ്ഞു പോകാതെ, സ്തോത്രം, അവർ രക്ഷപ്പെടാൻ കാരണമെന്തെന്നറിയാമോ? സ്തോത്രം, ഇവരെ തീച്ചൂളയിലിട്ടതിന് ശേഷമല്ല കർത്താവ് ഇറങ്ങിയത്, അവരെ ഇടാൻ ശത്രു വാണിയറയിൽ പദ്ധതി ആവിഷ്കരിച്ചപ്പോൾ തന്നെ ദൈവം അതിൻ്റെ നടുവിലേക്ക് ഇറങ്ങി കഴിഞ്ഞിരുന്നു. ദൈവം അതിൻ്റെ നടുവിലുണ്ടായിരുന്നു. നീ പ്രതിസന്ധികൾക്കകത്ത് കിടന്ന് വട്ടം കറങ്ങുമ്പോഴല്ല എൻ്റെ ദൈവം അതിൻ്റെ നടുവിലേക്ക് ഇറങ്ങി വരുന്നത്, മറിച്ച് നിന്നെ പ്രതിസന്ധിയിലാക്കി കളയാൻ പിശാച് അണിയറയിൽ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ തന്നെ. ഹല്ലേലൂയ. സ്നേഹം വർദ്ധിക്കുന്നിടത്ത് തീയുടെ ബലം കെടും, പ്രതിസന്ധികൾ തകരും. ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്. ആ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്, ഹല്ലേലൂയ, ദൈവ സ്നേഹത്തെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ സമയത്തെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന വലിയൊരു പ്രാർത്ഥന മനുഷ്യനുണ്ടായിരുന്നു. എന്നും 4 മണിക്കൂർ അദ്ദേഹം കൃത്യമായി പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ അദ്ദേഹം പറയുന്നു, ചില സമയങ്ങളിൽ എനിക്ക് തിരക്ക് കൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയാതെ പോകും. ഏറ്റവും തിരക്കുള്ള സമയത്ത് ഞാൻ 6 മണിക്കൂർ പ്രാർത്ഥിക്കും. അതാ ഇൻവെസ്റ്റ്മെൻറ്റ്. സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള എത്ര ആളുകളുണ്ട്?
നമ്മുടെ സമയം ദൈവത്തിന് കൊടുക്കണം. ഹല്ലേലൂയ. നമ്മുടെ പ്രഭാത സമയങ്ങൾ ദൈവത്തിന് കൊടുക്കണം. നമ്മുടെ രാത്രിയുടെ യാമങ്ങൾ ദൈവത്തിന് കൊടുക്കണം. നമ്മുടെ ജീവിതത്തിൽ സമയം ദൈവസന്നിധിയിൽ സ്പെൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? നിന്റെ ജീവിതം ആകെ മാറിമറിയും. ഹല്ലേലൂയ. നമ്മൾ ആദ്യം വായിച്ച വേദഭാഗം ഇങ്ങനെയാണ്: നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കാണുമെന്നല്ലേ നമ്മൾ പ്രാർത്ഥിച്ചത്? അതല്ലേ നമ്മുടെ ആഗ്രഹം? അതല്ലേ കർത്താവ് നമ്മളോട് പറഞ്ഞത്? പക്ഷേ ആ വ്യത്യാസം കാണണമെന്ന് ആഗ്രഹമുള്ളവർ ഒന്നാമത്തെ കാര്യം സമയത്തെ ഇൻവെസ്റ്റ് ചെയ്യണം. ഈ ദാനിയേൽ എന്ന് പറയുന്ന ആ വലിയ ഉദ്യോഗസ്ഥൻ 3 നേരം കൃത്യമായി യെരൂശലേമിന് നേരെ വാതിൽ തുറന്നിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. ഹല്ലേലൂയ. ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയിൽ ഇട്ട് കളയണമെന്ന് രാജകൽപ്പന ഉണ്ടായപ്പം ആ രാജകിങ്കരന്മാർ ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയിലേക്ക് വലിച്ചെറിയുമ്പോൾ ആ സിംഹത്തിന്റെ വായിൽ അവൻ എത്തപ്പെടുന്നതിന് മുമ്പ് ആ സിംഹത്തിന്റെ വായ അടഞ്ഞുപോയി. ആമേൻ. ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയിൽ ഇട്ട് കളയുമെന്ന് രാജാവ് തീർപ്പ് കൽപ്പിച്ചപ്പോൾ തന്നെ ദൈവം തൻ്റെ ദൂതനെ അയച്ചിരുന്നു. പ്രതിസന്ധികൾ അവൻ ആവിഷ്കരിക്കുമ്പോൾ തന്നെ ദൈവം തൻ്റെ പ്രവൃത്തി അയച്ചിരിക്കും. സ്നേഹം വർദ്ധിക്കുന്നിടത്ത് സംരക്ഷണം വർദ്ധിക്കും. സ്നേഹം വർദ്ധിക്കുന്നിടത്ത് കരുതൽ വർദ്ധിക്കും. ഹല്ലേലൂയ. സ്നേഹമുണ്ടോ അവിടെ സംരക്ഷണമുണ്ട്. സ്നേഹമുണ്ടോ അവിടെ കരുതലുണ്ട്. ഒരു രാജ്യം മുഴുവൻ ക്ഷാമത്തിലായപ്പോൾ സ്നേഹമുള്ള ഒരുവൻ കർത്താവ് പറഞ്ഞു, നീ പട്ടിണി കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഒരു രാജ്യം മുഴുവൻ പട്ടിണിയിലായാലും ഒരു രാജ്യം മുഴുവൻ ക്ഷാമത്തിലായാലും എന്നെ സ്നേഹിക്കുന്ന നീ പട്ടിണി കിടക്കാൻ ഞാൻ അനുവദിക്കില്ല. കർത്താവ് ഏലിയാവിനോട് ഇങ്ങനെ പറഞ്ഞു, നീ കെരീത്ത് തോട്ടിന്റെ സമീപത്ത് പോകുക. കെരീത്ത് തോട്ടിന്റെ കരയിൽ ഞാൻ നിന്നെ പോഷിപ്പിക്കാം. ആഴിയുടെ ഉറവകൾ അടഞ്ഞു കളഞ്ഞ് ആകാശത്തിന്റെ കിളിവാതിലുകൾ അടഞ്ഞ് മഞ്ഞില്ലാത്ത മഴയില്ലാത്തൊരു കാലത്ത് കെരീത്ത് തോട്ടിന്റെ സൈഡിൽ ഏലിയാവിനെ പോറ്റാൻ ദൈവം കാക്കയോട് കൽപ്പിച്ചു. ഈ ലോകത്തിന്റെ മുഴുവൻ വഴികളും നിന്റെ മുമ്പിൽ കൊട്ടിയടയ്ക്കപ്പെട്ടാലും, ഈ ലോകത്തിന്റെ മുഴുവൻ വഴികളും വാതിലുകളും നിന്റെ മുമ്പിൽ കൊട്ടിയടയ്ക്കപ്പെട്ടാലും അടയാത്തൊരു വഴി ദൈവം മുകളിൽ നിനക്ക് വേണ്ടി തുറക്കും. ആർക്കും അടയ്ക്കാൻ കഴിയാത്തൊരു വഴി എൻ്റെ ദൈവം സ്വർഗത്തിൽ നിനക്ക് വേണ്ടി തുറക്കും. അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ നീ എനിക്ക് വേണ്ടി മോറിയായിൽ കൊണ്ട് യാഗമർപ്പിക്കണം. ഭാര്യയോട് പോലും അനുവാദം ചോദിക്കാതെ രാവിലെ ബാല്യക്കാരെയും വിളിച്ച് യാഗത്തിനുള്ള സാമഗ്രികളുമായിട്ട് മകനെയും കൈക്ക് പിടിച്ച് അബ്രഹാം നടക്കുമ്പോൾ മോറിയാ മലയുടെ പടവുകൾ ചവിട്ടിക്കയറുമ്പോഴും എവിടെയാ ദൈവം കരുതുന്നതെന്ന് അബ്രഹാമിന് അറിയില്ല. അപ്രതീക്ഷിതമായ ഒരു ചോദ്യം ഇസഹാക്ക് അബ്രഹാമിനോട് ചോദിക്കുന്നു. അപ്പാ, കത്തിയുണ്ട്, വിറകുണ്ട്, പക്ഷെ യാഗം കഴിക്കാനുള്ള ആട്ടിൻകുട്ടി എവിടെ? ഞെട്ടിപ്പോയി ആ പിതാവ്. പക്ഷേ അബ്രഹാം പറഞ്ഞു, യഹോവ ഇരേ, യഹോവ കരുതിക്കൊള്ളും. മോറിയാ മലയിൽ ചെന്നപ്പോഴും കരുതൽ എവിടെയാണെന്ന് അബ്രഹാം കണ്ടില്ല. യാഗപീഠം പണിയുമ്പോഴും ആ കരുതൽ അബ്രഹാം കണ്ടില്ല. ഏറ്റവും അവസാനം മകനെ കടന്നു പിടിച്ച് അവനെ പിടിച്ചു കെട്ടി യാഗപീഠത്തിന്റെ മുകളിൽ കിടത്തുമ്പോഴും ദൈവത്തിന്റെ കരുതൽ എവിടെയാണെന്ന് അബ്രഹാം കണ്ടില്ല. പക്ഷേ കത്തിയെടുത്ത് ആ മകനെ വെട്ടുവാൻ ഓങ്ങിയ കൃത്യ സമയത്ത് ആ മകന്റെ കഴുത്തിനും ആ കത്തി ഉയർന്നു താണ ആ സമയത്തിനകത്തുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ദൈവം അബ്രഹാമിനെ വിളിച്ചു, അബ്രഹാമേ, അബ്രഹാമേ, ബാലന്റെ മേൽ കൈവയ്ക്കരുത്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അബ്രഹാം തിരിഞ്ഞു നോക്കിയപ്പോൾ കൊമ്പ് കാട്ടിൽ കുരുങ്ങി ഒരാട്ടിൻ കൊറ്റൻ അവിടെ കിടക്കുന്നത് അബ്രഹാം കണ്ടു. അബ്രഹാമിന്റെ കണ്ണിന്റെ ദൂരപരിധിയിൽ തന്നെ കരുതലുണ്ടായിരുന്നു പുറകില്. പക്ഷെ അത് വെളിപ്പെട്ട് വന്നത് അപ്പനോടുള്ള സ്നേഹം ആഴമായി പ്രദർശിപ്പിക്കപ്പെട്ടത് എവിടെയാ? സ്വന്തം മകനെ കർത്താവ് പറഞ്ഞ വാക്കിൻ്റെ അനുസരണത്തിന് വേണ്ടി യാഗപീഠത്തിലേക്ക് വെച്ചു കൊടുത്ത സമയത്താണ് അബ്രഹാമിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം അപ്പന് മനസ്സിലായത്. ഹല്ലേലൂയ. ദൈവത്തിന് പ്രവർത്തിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. മോറിയ മലയുടെ പടവുകൾ അബ്രഹാം ചവിട്ടി കയറിയപ്പോൾ തന്നെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ എനിക്ക് വേണ്ടി മോറിയായിൽ യാഗം അർപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ വാക്കിനെ അനുസരിച്ചുകൊണ്ട് ആമേൻ അബ്രഹാം യാത്ര പുറപ്പെട്ടപ്പോൾ തന്നെ ദൈവം ആ കരുതലിനെ അവിടെ കുരുക്കിയിട്ടു. സ്നേഹം വെളിപ്പെടുന്നിടത്തേ അനുസരണം ഉണ്ടാകത്തുള്ളൂ.
കൊമ്പ് കാട്ടിൽ കുരുങ്ങിയ ഒരു ആട്ടിൻകൊറ്റനെയാണ് അബ്രഹാം കണ്ടത്. എന്താ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, ആട്ടിൻകൊറ്റന് രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല. രക്ഷപ്പെട്ടു പോകാൻ കഴിയാത്തതുപോലെ ദൈവം അതിനെ കുരുക്കിയിട്ടിരിക്കുക. രക്ഷപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും രക്ഷപ്പെടാൻ പറ്റില്ല, കാരണം ദൈവം അതിനെ കുരുക്കിയിട്ടിരിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി ഇങ്ങനെ ആഴമായിട്ട് പറയുന്നു, ചില കരുതലുകൾ അപ്പൻ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ആരോരുമില്ലാത്ത അസ്ഥിക്കൂമ്പാരങ്ങൾ മാത്രം നിറഞ്ഞു കിടക്കുന്ന ഭയാനകരമായിട്ടുള്ള കാട്ടുമൃഗങ്ങളുടെ ശബ്ദം മാത്രം കേൾക്കുന്ന, ഈജിയൻ കടലിൻ്റെ അലർച്ച മാത്രം കേൾക്കുന്ന ആ പത്മോസ് എന്ന് പറയുന്ന ദ്വീപിലേക്ക് ഹല്ലേലൂയ യോഹന്നാനെ നാട് കടത്തുമ്പോൾ, യോഹന്നാന് മുമ്പ് ദൈവം പത്മോസിൽ ചെന്നു. ഇന്ന് നാം വായിക്കുന്ന ഈ വെളിപ്പാടുകൾ നമുക്ക് വേണ്ടി നൽകി തരത്തക്ക രീതിയിൽ ആ പത്മോസിന്റെ അനുഭവത്തെ ദൈവ സാന്നിധ്യത്തിൻ്റെ ഇടമാക്കി ദൈവം മാറ്റി. നീ അനുഭവിക്കുന്ന പ്രതിസന്ധിയെ ദൈവ സാന്നിധ്യത്തിൻ്റെ ഇടമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. നീ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ, നീ അനുഭവിക്കുന്ന ഒറ്റപ്പെടലുകളെ, നീ അനുഭവിക്കുന്ന ഏകാന്തതകളെ ദൈവ സാന്നിധ്യത്തിൻ്റെ ഇടമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. കാരണം നിന്റെ പ്രതിസന്ധിയുടെ നടുവിലേക്ക് നീ ഒറ്റയ്ക്കല്ല പോകുന്നത്, എൻ്റെ ദൈവം നിന്റെ കൂടെ കടന്നു വരും. ഹല്ലേലൂയ. ജ്യേഷ്ഠനെ ഭയന്ന് ജ്യേഷ്ഠൻ കൊന്നുകളയുമെന്നുള്ള ഭീതി നിമിത്തം യാക്കോബ് ഓടുകയാണ്. പക്ഷേ യാക്കോബ് ചെന്നുപെട്ടത് ലൂസ് എന്ന് പറയുന്ന സ്ഥലത്ത്. യാക്കോബ് ചെന്നുപെട്ടു. ഒരു കല്ലെടുത്ത് തലയിണയായി വെച്ച് ആ മനുഷ്യൻ രാത്രിയിൽ അവിടെ കിടന്നുറങ്ങുമ്പോൾ അദ്ദേഹം കണ്ടത് ഇങ്ങനെയാണ്. സ്തോത്രം. സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവേണി, അതിൽ നിന്ന് ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. ആമേൻ. യാക്കോബിന് മനസ്സിലായി, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ യാത്രയിൽ ഞാൻ ഒറ്റയ്ക്കല്ല, ഇവിടെ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ദൈവത്തിൻ്റെ സംരക്ഷണമുണ്ട്, എൻ്റെ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്, എൻ്റെ കൂടെ ദൂതന്മാരുണ്ട്. ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, സഹോദരാ, നിന്റെ യാത്രയിൽ നീ ഒറ്റയ്ക്കല്ല. സഹോദരി, നിന്റെ യാത്രയിൽ നീ ഒറ്റയ്ക്കല്ല. പല സമയങ്ങളിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ, ഞാൻ ഒറ്റയ്ക്കാണല്ലോ, ഞാൻ ഏകാന്തത അനുഭവിക്കുന്നല്ലോ എന്നുള്ള ഭാരവും നിരാശയും നിന്നെ അലട്ടുമ്പോഴും ദൈവം നിന്നോട് ഇന്ന് രാത്രിയിൽ പറയുന്നു, ഇല്ല, നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിന്റെ കൂടെയുണ്ട്. അപ്പനോടുള്ള സ്നേഹം ഒന്നുകൂടെ വർദ്ധിപ്പിക്കണം. അത് പ്രാർത്ഥനയിൽ വെളിപ്പെടട്ടെ, അത് ആരാധനയിൽ വെളിപ്പെടട്ടെ, അത് ദൈവകൃപയിൽ വെളിപ്പെടട്ടെ. ഒന്നുകൂടെ അപ്പനെ ആഴമായിട്ട് സ്നേഹിക്കാൻ, കാര്യങ്ങളുടെ സാധ്യതകൾക്ക് വേണ്ടിയിട്ടല്ല, കാര്യങ്ങളുടെ നിവർത്തീകരണത്തിനോ സാധ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അപ്പനെ ഒന്നുകൂടെ ആഴമായിട്ട് സ്നേഹിക്കാൻ എൻ്റെ ജീവിതം മുഴുവൻ ദൈവസ്നേഹത്താൽ നിയന്ത്രിക്കപ്പെടണം. എൻ്റെ ജീവിതം മുഴുവൻ ദൈവസ്നേഹത്താൽ നിയന്ത്രിക്കപ്പെടണം. ഹല്ലേലൂയ. ജീവിതം മുഴുവൻ ദൈവസ്നേഹത്താൽ നിറയപ്പെടണം.